ഇവിടെ രൂപപ്പെട്ട ഒരു അത്ഭുതം കാണിച്ചു തരാൻ പോവുകയാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ തന്നെ ഈ അത്ഭുതം നടന്ന സ്ഥലത്തുണ്ട്. അവർ നമ്മൾ അത് കാണിച്ചു തരും. ഭക്തജനങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കാണണം. കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ക്ഷേത്രം വന്ന് സന്ദർശിക്കണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുത്തൂരിൽ ഒരു അത്ഭുതം രൂപപ്പെട്ടറിഞ്ഞാണ് കൊട്ടാരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേർന്നത്. നമ്മൾ പോകുന്നത് ചൂണ്ടാലിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെയുണ്ടായ അത്ഭുതമറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നമസ്കാരമുണ്ട്, ഷിജു പടിഞ്ഞാറ്റിങ്ങലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൂരാണ്. പുത്തൂര് ചൂണ്ടാലിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ശിവമുഹൂർത്തിക്കാവ് എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ ഒരത്ഭുതം രൂപപ്പെട്ടിട്ടുണ്ട്. ഭക്തജനങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടാരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്ത് ഭക്തജനങ്ങളൊക്കെ കാണണം. എന്താണത് അത്ഭുതം എന്നുള്ളത് നമുക്കൊന്ന് നേരിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാ ഭക്തരെയും കൊട്ടാരക്കര വാർത്തകൾ ക്ഷണിക്കുകയാണ്. ചൂണ്ടാലിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ശിവമുഹൂർത്തിക്കാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കമോൺ. എന്നാലും ഇവിടെ വലിയൊരു അത്ഭുതം രൂപപ്പെട്ടു എന്നറിഞ്ഞാണ് കൊട്ടാരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അത്ഭുതം രൂപപ്പെട്ടതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? നമ്മൾ വളരെ അടുത്ത സമയത്താണ് ഇത് കാര്യമായിട്ട് ശ്രദ്ധിച്ചത്. ആ ശ്രദ്ധിക്കുന്ന സമയത്താണ് ഇങ്ങനെ ശിവലിംഗം തെളിഞ്ഞു വരികയും രണ്ട് കണ്ണും എൻ്റെ മൂക്കും എല്ലാം ഇപ്പം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതുപോലാണ് ഇവിടെ നന്ദികേശൻ്റെ രൂപം തെളിഞ്ഞു വന്നത്. ഞങ്ങൾ ആദ്യം അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അതിനുശേഷം ഞങ്ങളിത് നോക്കിയ സമയത്താണിത് സത്യമാണെന്ന് മനസ്സിലായതും ഇതിനെ സംരക്ഷിക്കാനുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ നമ്മൾ ജ്യോത്സ്യം വന്ന സമയത്ത് ജ്യോത്സ്യനെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുകയും അപ്പം ജ്യോത്സ്യൻ പറയുകയുണ്ടായി, നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം നമ്മൾ അന്ന് മുതൽ ഇവിടെ തിരി കത്തിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്തു വരികയാണ്. ഇനിയിപ്പം തന്ത്രി വരും. ഉത്സവത്തിനോടനുബന്ധിച്ച് തന്ത്രി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തീരുമാനങ്ങൾ മുന്നോട്ട് നീക്കാനാണ് ഞങ്ങളുടെ ശ്രമ കമ്മിറ്റിക്കാരുടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുകയും ക്ഷേത്രാചാര പ്രകാരം ഇതെന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ദേവപ്രശ്നത്തിലേക്ക് പോയി. അപ്പോൾ ദേവപ്രശ്നത്തിൽ കണ്ട ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും കാര്യങ്ങളിലേക്ക് നീങ്ങി വരുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ ഇനിയും അറിയിക്കും. അതിനോടൊപ്പമാണ് നമ്മൾ ഈ നന്ദികേശൻ്റെ രൂപം ഇതിനകത്ത് നമ്മൾ പിന്നെ കണ്ടത്. അത് കറക്റ്റായിട്ട് നല്ല രൂപമായിട്ട് ഇങ്ങനെ അതും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മളിപ്പം ഉത്സവത്തിന് തന്ത്രി വരും. തന്ത്രിയെ കാണിച്ച് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാതിരിക്കുകയാണ്. ഭക്തജനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ശിവമൂർത്തിയെയും നന്ദികേശനെയും കണ്ട് വണങ്ങിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തജനപ്രിയയും ശക്തിസ്വരൂപിണിയും അഭീഷ്ടവരദായിനിയും എല്ലാ ഭക്തജനങ്ങളുടെയും ആശ്രിത വത്സലയുമായിട്ടുള്ളതും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സാക്ഷാൽ ശ്രീ ഭദ്രാഭഗവതി കുടികൊള്ളുന്ന പവിത്രവും പരിപാവനവുമായ പുത്തൂർ തെക്കുംപുറം ചൂണ്ടാലിൽ ശ്രീ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലെ മഹാത്ഭുതം ഒരു നോക്ക് കാണുവാൻ
നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. തെക്കയിലിടത്തും കൊണ്ട് പെരുന്തേവിയോട് ചെന്നങ്ങടുക്കുന്നുണ്ടേ. ആദ്യം മൂലശൂലം തെക്കയിലെടുത്തോ കൊണ്ട് പെരുന്തേവിയോട് ചെന്നങ്ങടുക്കുന്നുണ്ടേ. ആ പെരുന്തേവിയോട് ചെന്നങ്ങടുത്തും കൊണ്ട് വലമുല കൂടെ കുത്തി പാറിക്കുന്നുണ്ടേ. ആ പെരുന്തേവിയോട് ചെന്നങ്ങടുത്തോ കൊണ്ട് വലമുല കൂടെ കുത്തി പാറിക്കുന്നുണ്ടേ. ആ വലമുല കൂടെ കുത്തി പാറിച്ചും കൊണ്ട് പെരുന്തേവിയോട് വിളിച്ചത് പറയുന്നുണ്ട്. ആ വലമുല കൂടെ കുത്തി പാറിച്ചുകൊണ്ട് പെരുന്തേവിയോട് വിളിച്ചത് പറയുന്നുണ്ട്. ആ ഒറ്റ മുളച്ചിരുന്നേ ഇരട്ട മുളച്ചിരുന്ന ഞാനല്ലോടി. ആ ഒറ്റ മുളച്ചിരുന്ന നീ ഇരട്ട മുളച്ചിരുന്ന ഞാനല്ലോടി. ആ മോനയിട്ടം ബലം നിനക്കെങ്ങനെ